ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖല്ലേ? നമുക്കൊരു ബോൺസായി ഉണ്ടാക്കിയാലോ? ഈ ഒരു ബോൺസായിക്ക് 4 വർഷം പ്രായമുണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് എന്തൊക്കെയാ നമുക്ക് ബോൺസായി ഉണ്ടാക്കാൻ വേണ്ടതെന്ന് നോക്കാം. അറിയാല്, പേരാല്, പുളി അങ്ങനത്തെ വലിയ വൃക്ഷങ്ങളും ഒക്കെ നമുക്ക് ബോൺസായി ആക്കി മാറ്റാം കേട്ടോ. ഇന്നലെ ഇവിടെ മഴയായതുകൊണ്ട് ഈ കല്ലൊക്കെ എടുക്കാൻ നല്ല എളുപ്പമുണ്ട് കേട്ടോ. ഇത് പൂപ്പല് പിടിച്ച കല്ലുകളാണ്. ഇങ്ങനത്തെ കല്ലുകൾ ഉണ്ടായി നമുക്കൊരു കുറച്ച് ഒറിജിനാലിറ്റി കിട്ടേ. അപ്പൊ ഇങ്ങനത്തെ കല്ലുകൾ ഞാൻ പെറുക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫേൺസ് ഒക്കെ വേണം. അതുപോലെ തന്നെ ഇങ്ങനത്തെ കരിങ്കല്ലായി ഉണ്ടെങ്കിലും നല്ലതാട്ടോ. അപ്പൊ ഇതൊക്കെ പെറുക്കി ഒരു ഭാഗത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിപ്പോ ഈ മരം ഒരു 2-3 വർഷം കഴിഞ്ഞു കേട്ടോ. ഇതിനൊന്ന് റിപ്പോർട്ട് ചെയ്യുന്ന കേട്ടോ ഒന്ന് കാണിക്കുന്നത്. അതുപോലെ ആദ്യമായിട്ട് നമ്മൾ ചെടി സെറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെയുള്ള പാത്രത്തിലൊക്കെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേരൊക്കെ വരാൻ നല്ല സഹായിക്കേ. അപ്പൊ അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ പോട്ട് എടുക്കുമ്പോൾ നമ്മൾ നല്ല ഡ്രൈനേജ് ഉള്ള പരന്ന പോട്ട് എടുക്കാൻ ശ്രദ്ധിക്കുക. പ്ലാസ്റ്റിക്കിനാണ് എൻ്റെ അടുത്തുള്ളത്, അതുകൊണ്ടാണ് പ്ലാസ്റ്റിക്കിന്റെ അടുത്ത്. നല്ല ഭംഗിയുള്ള പോട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അതാകുമ്പോൾ കുറച്ചും കൂടി നല്ല വൃത്തി ഉണ്ടാവും കാണാൻ. പാത്രത്തിന്റെ അടിയിലിടാൻ ഇതുപോലെയുള്ള ഓട്ടും കഷ്ണങ്ങളൊക്കെ ഉപയോഗിക്കാം. അങ്ങനെ പൊട്ടിച്ച് വെച്ച ഓട്ടും കഷ്ണമൊക്കെ ഞാൻ ഈ പാത്രത്തിൽ ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ലെയർ ഫുള്ളും പരത്തി കഴിഞ്ഞതിന് ശേഷം വേണം നമുക്ക് വളക്കൂറുള്ള മണ്ണ് ഇതിന്റെ മേലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഒരു പുട്ടുപൊടി പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ ഈ മണ്ണ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അതൊക്കെ നിറച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ആ ചെടീന്റെ മുകളില് വേരുകളൊക്കെ അധികം ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പൊ എന്റെ കയ്യിൽ അങ്ങനെ വേരുകൾക്ക് വലിയ നീളത്തിലൊന്നും ഇല്ല, എല്ലാം വളഞ്ഞ് പിരിഞ്ഞിട്ടൊക്കെ ഇരിക്കണം. അതുകൊണ്ട് ഞാൻ വെട്ടിക്കൊടുക്കുന്നില്ല. അപ്പൊ ഇതുപോലെയാണ് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പൊ കല്ലൊക്കെ നമ്മളെ ഒരു ഭാവനയ്ക്ക് അനുസരിച്ച് കല്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന്റെ മേലെ കല്ലിന്റെ മേലെ കൂടെ വേരും പടർത്തി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഈ വല്ലാതെ വളർന്ന കൊമ്പുകളൊക്കെ ഞാനൊന്ന് വെട്ടി ചെറുതാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ആ വെട്ടിയ ഭാഗത്തൊക്കെ സാഫ് പുരട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെയാകുമ്പോ ഈ ഫംഗൽ ഇൻഫെക്ഷൻ ഒന്നും അതിനെ ബാധിക്കില്ല, അല്ലെങ്കിൽ ഉണങ്ങി പോകാനൊക്കെ സാധ്യത ഉണ്ട് കേട്ടോ. അപ്പൊ എന്തായാലും സാഫ് പുരട്ടി കൊടുക്കണം. അങ്ങനെ എൻ്റെ ഒരു ഇതിനെ അനുസരിച്ച് ഞാൻ കുറച്ച് കല്ലൊക്കെ സെറ്റ് ചെയ്തിട്ട് ആ ചെടീനെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ മുകളിൽ ഒരു കാര്യം കൂടി ചെയ്യാണ്ടേ. പിന്നെ നമുക്ക് വേണ്ടത് എന്താ വെച്ചാല് ഇതുപോലത്തെ എക്കാലാകുമ്പോൾ കിട്ടുമല്ലോ നമ്മളെ ഫേണുമാരി പറ്റി പിടിച്ചിട്ട് മുറ്റത്തൊക്കെ കിടക്കും. അപ്പൊ അതൊക്കെ ഞാന് പറിച്ചെടുത്തിട്ട് ഈ മണ്ണിന്റെ മേലെ മുഴുവൻ സെറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുമ്പം കാണാനും നല്ല വൃത്തി ഉണ്ടാവുമല്ലോ. പിന്നെ ഒരു ഈർപ്പും നിലനിൽക്കും. അപ്പൊ ചെടികൾക്ക് നല്ലൊരു ഭംഗി ഉണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. ആ മരത്തിന് കുറേ കാലമായിട്ട് ആ മരം ആ പാത്രത്തിൽ നിൽക്കണ മാതിരിയൊക്കെ തോന്നും കേട്ടോ. പിന്നെ അതിന്റെ മേലെ മുഴുവൻ ഇങ്ങനെ സ്പ്രേ ചെയ്തിട്ട് വേണം നനച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ 2 നേരം നനച്ചു കൊടുക്കണം. ഈ ഫേണ് ഉണങ്ങാതെ ശ്രദ്ധിക്കണം. അപ്പൊ എപ്പോഴും പച്ചപ്പില് നല്ലൊരു ഭംഗിയിൽ നിൽക്കും കേട്ടോ. ഇതിൽ നന്നായി സെറ്റ് ചെയ്യുന്നവരൊക്കെ ഉണ്ടാവും, അവരൊക്കെ ക്ഷമിക്കുക. ഞാൻ എൻ്റെ ഒരു രസത്തില് ഉണ്ടാക്കിയതാട്ടോ. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ ലൈക്കും കമന്റും ഒക്കെ ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയ്ക്ക് ബൈ. ഇതിന്റെ അഭിപ്രായം എന്തായാലും പറയണേ.